ചൂടല്ലേ, ഈ ചൂടത്ത് കുടിക്കാൻ പറ്റണ 2 തരം കോപ്പിയും 1 തരം ചായയും നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഐസ് ടീ ആണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാം. ഞാനിവിടെ 2 കപ്പ് ഐസ് ടീ ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന് 250 ml 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുക എന്തപ്പോൾ ഇത് 1 കപ്പ് ചായക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന്. നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ടീ അല്ല, ഐസ് ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഐസ് ടീയുടെ മധുരം മീഡിയം ലെവലേ ഉണ്ടാവുള്ളൂ. അതിനാണ് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിനി കത്തിച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലിനി 1 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 സെക്കൻഡ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ ചായനൊന്ന് തരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. നമുക്കിനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 കഷ്ണം ചെറുനാരങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. റൗണ്ടിൽ നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചൂടാറാൻ വെച്ച കട്ടൻ ചായ ഇത് നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതൊക്കെ പാടൊന്ന് മിക്സാക്കി എടുക്കാം അടിയിൽ നിന്ന് മുതൽ. അങ്ങനെ മക്കളെ, നമ്മുടെ ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഐസ് ടീ അല്ലേ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഐസ് കോപ്പി ഉണ്ടാക്കാം. അതിനു വേണ്ടി 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോപ്പി പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സാക്കി എടുക്കണം. കണ്ടില്ലേ? ഇനി നമുക്കിതിൽ നമ്മൾ മിക്സാക്കിയ കോപ്പിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ 4 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അത് ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ 4 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. 4. ഇനി നമുക്കിത് കൂട്ടിയിട്ട് നല്ല ക്രീം പോലെ മിക്സാക്കി എടുക്കാം. നമുക്ക് ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല മിക്സാക്കി ക്രീം പോലെ ആയി വന്നിട്ടുണ്ട്. കണ്ട. ഇനി നമുക്കിതിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കാം. നമ്മുടെ പാലെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പാലാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പാക്കറ്റ് പാലൊക്കെ വാങ്ങുകയാണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഐസ് കോപ്പി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐസ് ടീ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഐസ് കോപ്പി ഉണ്ടാക്കി. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ഗോൾഡ് കോപ്പി ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അതിന് വേണ്ടി ഞാനിതിൽ 3 ടീസ്പൂണ് കാപ്പിപ്പൊടി, ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. 3 ടീസ്പൂണ് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് നല്ല കട്ട പാല് 1/2 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സാക്കിയ കോപ്പി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിൽ മധുരത്തിലുള്ള പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ചേർത്തുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരം കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പത വരെ അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലൊരു 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമാണ്. ഇത് നമുക്കിനി ഒന്നുകൂടി മൂടി വെച്ചിട്ട് അടിച്ചെടുക്കാം. മക്കളെ, നമ്മുടെ ഗോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇതിനി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മേൽഭാഗത്ത് ഇതിൻ്റെ പത അങ്ങനെ ഇട്ട് കൊടുക്കാം. ഗോൾഡ് കോഫി കുടിക്കുമ്പോൾ പതയോടെ ചേർന്ന് കുടിക്കണം, അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കാപ്പിപ്പൊടി മേലിൽ അങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ 2 തരം കോഫിയും 1 തരം ടീയും സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മക്കളെ, ഇത് 3 നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.